നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷാർട്ട് പി എസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിലെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ഡി കോഡിലൊക്കെ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓപ്ഷനിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഡിലീഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് തൽക്കാലം ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ആ മാറ്റമുള്ളത് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. രണ്ടാമത്തെ പ്രസ്താവന 1500 പെദ്രോ അൽവാരസ് കബ്രാലിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡി ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. ദെൻ നാലാമത്തെ പ്രസ്താവന, പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലോത്തിരിമാരുമായി അവർക്ക് സ്ഥിരം തുടർച്ചയായുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 4 പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഡി ഓപ്ഷനാണ് ശരി. അടുത്തത്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. ദെൻ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ പുസ്തകങ്ങളും രചയിതാക്കളുടെ പേരുകളും താരതമ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറിച്ച് വാൻഡ്രീഡ്. ദെൻ മാമ്പാങ്ങൻ കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാർ. ദെൻ തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അതാണ് ഓപ്ഷൻ എ. ദെൻ നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്നാണ് ചോദ്യം. ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു PK ചാത്തൻ മാസ്റ്റർ. ദെൻ KR ഗൗരി റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അത് ശരിയാണ്. ദെൻ KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം KP ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. ദെൻ അടുത്ത ചോദ്യം, മാൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നാണ് ചോദ്യം. അക്ബർ ആണ്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ. ഓപ്ഷൻ ബി. ദെൻ അടുത്ത ചോദ്യം, ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തത്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്ന സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. റൗലറ്റ് ആക്ട് വന്നിട്ടുണ്ട്, ബംഗാൾ വിഭജനം, ഗാന്ധി ഇർവിൻ പാക്ട്, നെഹ്റു റിപ്പോർട്ട്. ഇപ്പോൾ ഇതിൽ ആദ്യം നടന്നിട്ടുള്ളത് ബംഗാൾ വിഭജനമാണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ദെൻ രണ്ടാമത് നടന്നിട്ടുള്ളത് റൗലറ്റ് ആക്ട് ആണ് 1919. ദെൻ നെഹ്റു റിപ്പോർട്ട് 1928, ഗാന്ധി ഇർവിൻ പാക്ട് 1931. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, 20 ദിന പരിപാടികൾ കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. ഇന്ദിരാഗാന്ധിയാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് 20 പോയിൻറ്റ് പ്രോഗ്രാം? ഇന്ദിരാഗാന്ധി. ദെൻ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാമ്പ് നിയമം. ദെൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബിൽ ഓഫ് റൈറ്റ്സ് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ദെൻ ഡി ബ്രസ്റ്റ് ലിറ്റോസ് ഉടമ്പടി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബ്രസ്റ്റ് ലിറ്റ്സ് ഓഫ് ഉടമ്പടി. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് വർ ദ സിഗ്നേറ്ററീസ് ഓഫ് അറ്റ്ലാന്റിക് ചാർട്ടർ? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. 1 ആൻഡ് 3 മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. ഡെൽറ്റ രൂപീകരണവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. റിവർ ഡെപ്പോസിഷനാണ്. ഉത്തരം സി ആണ് കേട്ടോ. നദികളുടെ നിക്ഷേപമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചോദ്യം. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇൻ ദ എലവേഷൻ ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് എന്നാണ് ഉത്തരം വരിക. ഉത്തരം ബി ആണ്. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസമാണ് കോണ്ടൂർ മാപ്പിലെ ഇടവേള, ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്നത് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? മുൾവനങ്ങളാണ് മരുഭൂമി പ്രദേശത്താകും. അപ്പോൾ നമുക്കറിയാം രാജസ്ഥാൻ ഭാഗത്താണ് മരുഭൂമിയുള്ള. ഉത്തരം സി ആണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾവനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയ്ക്ക് സംരക്ഷിക്കപ്പെടുന്നു? സൈലൻറ്റ് വാലിയുമായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ, ഉഷ്ണമേഖല മഴക്കാടുകളാണ് എന്തിൽ വരുന്നത്? സൈലൻറ്റ് വാലി നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ദെൻ നമുക്ക് അടുത്ത് നോക്കാം. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ്. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാത്ത പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. വൈഡനിങ് ഇൻകം ഇനീക്വാലിറ്റി ഓപ്ഷൻ സി. ദെൻ ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കലാണ്. ലിക്വിഡിറ്റി ഇൻക്രീസിങ് ലിക്വിഡിറ്റിയാണ്. ദ RBI ഡിപ്ലീഷൻ ടു റെഡ്യൂസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ CRR പ്രൈമർലി എയിംസ് അറ്റ് ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 18ാമത്തെ ചോദ്യം നോക്കാം. എ സൈമിൾട്ടേനിയസ് റൈസ് ഇൻ GDP ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് സജസ്റ്റ്. അപ്പോൾ GDPയും ധനക്കമ്മിയും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ്? സർക്കാരിൻ്റെ വിപുലീകരണ ധനനയം പിന്തുടരുന്നു എന്നാണ്. ഗവൺമെൻറ് ഈസ് ഫോളോയിങ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ്. ഉത്തരം ബി ആണ്, ഓപ്ഷൻ ബി. ദെൻ സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോല് HDI ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് HDI. ദെൻ അസേഷനും റീസണുമാണ്. വാദം എന്താണ്? അസേഷൻ എന്താണെന്ന് നോക്കാം. നീതി ആയോഗ് എംഫസൈസ് ബോട്ടം അപ്പ് പ്ലാനിങ്. ശരിയാണ്, ബോട്ടം അപ്പ് പ്ലാനിങ് ആണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള പ്ലാനിങ് ആണ് നീതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ അതിൻ്റെ റീസൺ കാരണം തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല, അതുകൊണ്ട് തന്നെ നീതി ആയോഗിന് ഭരണഘടനാപരമായ അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ 6 റീസൺ തെറ്റാണ്. അവിടെ എ ശരിയാണ്, റീസൺ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് അവിടെ വരിക. ദെൻ അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ഹൂ അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ഓഫ് ദ ഓഫീസ് ടു ദ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണെന്നാണ്? സ്ഥിരം ചോദ്യങ്ങളാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഉത്തരം, ഓപ്ഷൻ സി. ദെൻ ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ പിനാക്കി ചന്ദ്രഘോഷാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പിനാക്കി ചന്ദ്രഘോഷ്. ദെൻ ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ? 2005 ആണ്. ഓപ്ഷൻ സി. വിവരാവകാശ നിയമം 2005. ദെൻ ഈ ചോദ്യം ഒഴിവാക്കാൻ സാധ്യതയുള്ള ആണ് എങ്കിലും PSCയുടെ ഡിസിഷൻ പോലെ ഇരിക്കും. ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നിരിക്കുന്ന ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ചോദ്യം എന്താണ്? ദ പവർ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഫാൾസ് അണ്ടർ വിച്ച് ജൂറിസ്ഡിക്ഷൻ എന്നാണ് ചോദ്യം. ഉത്തരം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ഇവിടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എയിലാണ്. മലയാളത്തിൽ തന്നിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. ഉത്തരം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്, പക്ഷേ ഇവിടെ അത് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് PSC ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ക്യാൻസൽ ആക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇഫ് എ പഞ്ചായത്ത് ഈസ് ഡിസോൾവ്ഡ് ദ എലക്ഷൻ ആർ ടു ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ആണ്. 25ാമത്തെ ചോദ്യം 6 മാസമാണ്. എ ആണ് ഓപ്ഷൻ എ. ദെൻ അടുത്തത് 26ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. ഒന്നാമത്തത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അത് പെടുന്നതാണ്. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും മൗലിക കടമകളിൽ പെടുന്നതാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. 4ാമത്തെയാണ് ഉൾപ്പെടാത്തത് കേട്ടോ. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതല്ല. ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം, പാർട്ട് 20 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ കൂറുമാറ്റ നിരോധന വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് 52ാമത്തെ അമെൻമെൻ്റ് ആണ്. 52nd അമെൻമെൻ്റ് ആണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ദെൻ അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പാർലമെൻറ്റ് കുഡ് നോട്ട് അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കോടതിയിലാണ്, ഏത് കേസിലാണെന്നാണ് ചോദ്യം. ഉത്തരം
ഇവിടെ PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്, പക്ഷേ അത് മാറ്റാൻ സാധ്യതയുണ്ട്. ഉത്തരം എ ആണ് വരുന്നത്. ഗോലക്നാഥ് ആൻഡ് അതേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, 73rd അമെൻമെൻറ്റ് ആക്ട് എംനേറ്റ്സ് ഫ്രം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്നാണ് ചോദ്യം. ഉത്തരം ആർട്ടിക്കിൾ 40 ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് വർക്ക് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് മലയാളം ട്രാവലോഗ് റിട്ടൺ ഇൻ പ്രോസ്? അപ്പോൾ ആദ്യത്തെ യാത്രാ വിവരണം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം. അടുത്ത ചോദ്യം, ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1898 AR രാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി ഏതാണ്? പരിഭാഷാകൃതി മേഘദൂതം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ ദ ലാർജസ്റ്റ് മ്യൂറൽ പെയിൻറ്റിംഗ് എവർ സീൻ ഇൻ കേരള ഈസ് റെപ്യൂട്ടഡ് ടു ബി ഇൻ കൃഷ്ണപുരം പാലസ് വിച്ച് ഈസ് എ സബ്ജക്റ്റ് ഓഫ് ദ മ്യൂറൽ പെയിൻറ്റിംഗ്? അപ്പോൾ കൃഷ്ണപുരം കൊട്ടാരത്തിലെ, കേരളത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് കൃഷ്ണപുരം കൊട്ടാരത്തിലെയാണെന്ന്. അപ്പോൾ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുവർച്ചിത്രം ഏതാണ്? ഗജേന്ദ്ര മോക്ഷമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ദെൻ ഹൂ ഈസ് ദ മലയാളം പോയറ്റ് ഹൂ ഇനീഷ്യേറ്റഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കേരള കലാമണ്ഡലം? ഓപ്ഷൻ ഡി, വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി. അടുത്തത്, എഴുത്തുകാരും കൃതികളും ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാം മൂഴം MT വാസുദേവൻ നായർ, ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്, കയർ തകഴി. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഫസ്റ്റ് ന്യൂസ് പേപ്പർ മലയാളത്തിലെ ആദ്യത്തെ പത്രം 1847 ജൂൺ മാസത്തിൽ പിറവിയെടുത്തു എന്നാണ് പറയുന്നത്. പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരം. ആദ്യത്തിൻ്റെ പത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രാജ്യസമാചാരമാണെന്ന്. ദെൻ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്നത്. ദെൻ ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഫുമായി റിലേറ്റഡ് ആണ് ബോഗി എന്ന വാക്ക് കേട്ടോ. ദെൻ ഹു വാസ് ദ കോച്ച് ഓഫ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ഡ്യൂറിങ് ദ ടോക്കിയോ 2020 ഒളിമ്പിക്സ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഗ്രഹാം റീഡാണ്. ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇവിടെ ഗ്രഹാം റീഡ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ എബ്രഹാം റീഡ് എന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സംശയമുണ്ട്, ചിലപ്പോൾ അത് ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം, വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ 2008 സമ്മർ ഒളിമ്പിക്സ്? അപ്പോൾ കറണ്ട് അഫെയർ എന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ലോസ് ഏഞ്ചൽസ്. ഓപ്ഷൻ സി. ദെൻ വിച്ച് മെമ്മറി യൂണിറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ടു CPU ഇൻ മെമ്മറി ഹൈറാർക്കി? CPUവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയുമേറിയ മെമ്മറി ഘടകം ഏതാണ്? ഉത്തരം ക്യാഷ് മെമ്മറി. ഓപ്ഷൻ എ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ് ആണ്. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ്. ഓപ്ഷൻ ബി. ദെൻ ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയം നെറ്റ്വർക്കിംഗ് ആവശ്യമുള്ളതും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണെന്നാണ് ചോദ്യം. ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓപ്ഷൻ സി. ഒപ്റ്റിക്കൽ ഫൈബർ. 43ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്? ഓപ്ഷൻ എ ആണ്. ആക്സസിങ് മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ഡോക്യുമെൻറ്റ് യൂസിങ് ഹൈപ്പർലിങ്ക് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യലാണ് WWWൻ്റെ വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം. ദെൻ അടുത്ത ചോദ്യം, വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 ഡീൽസ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഓഫ് പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം? അപ്പോൾ അശ്ലീലകരമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിന് നൽകുന്ന ശിക്ഷ. IT ആക്ടിലെ വകുപ്പ് 67 ആണ്. സെക്ഷൻ 67. ദെൻ മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ തന്നിട്ടുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കലിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് 1987 ഒപ്പിട്ടു. അപ്പം 3ഉം ശരിയാണ് ഇവിടെ. ദെൻ അടുത്തത്, മീഥെയ്ൻ ഹാസ് ദ ലോവർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഇവിടെ മാർക്ക് ചെയ്തത് മാറിപ്പോയിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 3 മാത്രമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ഉത്തരം. ഓപ്ഷൻ എ. ദെൻ
ഇൻസൈറ്റ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്, ഇൻസൈറ്റ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 3, 4 ആണ്. നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ്, ഇതൊക്കെ ഇൻസൈറ്റ് ടു ആണ്. മറ്റേതൊക്കെ എക്സൈറ്റ് ടു കൺസർവേഷൻ ആണ്. ദെൻ ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ എന്താണ് പ്രധാനമായിട്ടുള്ളതാണ് ചോദ്യം. ഉത്തരം എ ആണ് കേട്ടോ. ഹെവി മെറ്റൽസ് ആൻഡ് പ്ലാസ്റ്റിക് ആൻഡ് മൈക്രോ പ്ലാസ്റ്റിക്, ഈ രണ്ടെണ്ണമാണ് ഇതിൽ വരുന്നത് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ വരുന്നത്. ദെൻ യൂട്രോഫിക്കേഷൻ ഈസ് കോസ്ഡ് ബൈ എക്സസീവ് ഇൻപുട്ട് ഓഫ്. യൂട്രോഫിക്കേഷന് കാരണമായത് എന്തൊക്കെ കാരണമാണ്? നൈട്രജനും ഫോസ്ഫറസുമാണ്. നൈട്രജനും ഫോസ്ഫറസും ഉത്തരം ബി ആണ് വരുന്നത്. ഉത്തരം ബി. ദെൻ ഇനി മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. മാത്സ് കുറച്ച് കുഴപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മുടെ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടുള്ള പോർഷനാണ് മാത്സ്. ഒന്നാമത്തെ ചോദ്യം, അതിൽ മാത്സിൽ ഒന്നാമത്തെ ചോദ്യം 51ാമത്തെ ചോദ്യമാണ്. ഇഫ് എക്സ് മൈനസ് 4, എക്സ് മൈനസ് 2 ആൻഡ് എക്സ് ആർ പ്രൈം ദെൻ എക്സ് പ്ലസ് 2 ഈസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എ കമ്പോസിറ്റ് വിച്ച് ഇസ് ദ സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ എന്നാണ് ഉത്തരം വരുന്നത്. ദെൻ ഇഫ് ഇൻക്രീസിങ് 10/x% ഗീവ്സ് ദ സെയിം വാല്യൂ ആസ് ഡിക്രീസിങ് 30/x%, ദെൻ വാട്ട് ഈസ് എക്സ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്. 50 ആണ്. x% എന്നാൽ 50% ആണ്. ദെൻ the diameter of a wheel of a car is 77 cm. How much distance will the car move during 1000 revolutions of the wheel in meters? 2420. ഓപ്ഷൻ എ ആണ് വരുന്നത്. 2420 മീറ്റർ ആണ് വരുന്നത്. ദെൻ എ സം വാസ് പുട്ട് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് ഫോർ 5 years. If it was put at 2% higher rate, the amount that could have earned additionally is 5,000. Then the sum is 50,000 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. Then the ratio of 3 numbers is 3:4:5. If the sum of the numbers is 60, then find the sum of the squares of the numbers. ഓപ്ഷൻ എ ആണ്. 1250 ആണ് ഉത്തരം വരുന്നത്. Then 5 men complete a work in 3 days and 3 boys can complete it in 5 days. Find the time taken to complete the work by 4 men and 2 boys ആണ് ചോദ്യം. ഇവിടെ ശരിക്കും ഉത്തരം നമുക്ക് കിട്ടുക 2.5 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെടാം. ദെൻ അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം. ദ ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് പെരിമീറ്റർ ഈക്വൽ ടു 39.6 meter is equal to the area of a rectangle. What is the breadth of the rectangle in its length if the length is 27.72? ഉത്തരം 4.5 ആണ് വരുന്നത്. 4.5 ഓപ്ഷൻ സി. Find the number which when decreased by 12% become 7,760. ഓപ്ഷൻ 2000 ആണ്. ഓപ്ഷൻ എ ആണ് 2000. ദെൻ തോമസ് ബോട്ട് എ ഫർണിച്ചർ ഐറ്റം ഫോർ rupees 4,080 if he had to spend rupees 1,200 for polishing the item before selling. Then find the profit or loss percentage if the selling price is 5,400 എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 1% ലോസ് ആണ് ഉണ്ടാവുക. ദെൻ 60ൽ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. 625ൻ്റെ സ്ക്വയർ 665/0.16 ഇൻറ്റു 625/0.09 ഈക്വൽ ടു ഓപ്ഷൻ ഡി ആണ് ഉത്തരം തന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ 5 ആണ് ഉത്തരം വരാൻ സാധ്യത. അപ്പോൾ ഇതൊന്ന് സംശയമുള്ളതാണ്. അപ്പോൾ മാറാൻ സാധ്യത ഉണ്ട്. ഒന്ന് നോക്കി വെച്ചോളാം. ദെൻ 61 ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫ്രം ദ ഗിവൺ ഡേറ്റ. റേഡിയം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റേഡിയം മാത്രം റേഡിയോ ആക്റ്റീവായിട്ടുള്ള സാധനമാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം. ഇഫ് ദ സം ഓഫ് 2 numbers is 150 and the product is 45, then what is the sum of their reciprocal എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. ദെൻ വാട്ട് is the angle between the two hand and minute what is the angle between the hour and minute hand of the clock at 12:20? 12:20 ക്ലോക്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 110 ആണ് കേട്ടോ. 110 ഡിഗ്രിയാണ്. ദെൻ ഇഫ് 26 January 2015 ഈസ് സൺഡേ, 2025 ജനുവരി 26 ഞായറാഴ്ചയാണെങ്കിൽ 2026 ജനുവരി 2028 ജനുവരി 26 എന്താഴ്ചയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. വെനസ്ഡേ. ദെൻ ഇഫ് എർത്ത് ഈസ് റിട്ടൺ ആസ് FCUXM in a certain code, then how is spoon written in that code എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. TRRSS ആണ്. TRRSS ആണ് വരിക. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്
തന്നിരിക്കുന്നുണ്ട് 40 ഡിവൈഡഡ് ബൈ 10 മൈനസ് 4 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 10 ഹരിക്കണം 2 മൈനസ് 1 എന്നാണ് ചോദ്യം. ഓപ്ഷൻ 4 എ ആണ്. ഓപ്ഷൻ എ 4 ആണ് ഉത്തരം വരിക. ദെൻ ദ nth ടേം ഓഫ് ദ സീരീസ്, ഒരു സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ nth ടേം ഓപ്ഷൻ എ ആണ്. 11 ആണ് ഉത്തരം വരിക. ദെൻ അടുത്ത ചോദ്യം, രാജു മൂവ് 10 കിലോമീറ്റർ ടു ദ ഈസ്റ്റ് ആൻഡ് ദെൻ ടേൺ ദ റൈറ്റ് മൂവിങ് 20 കിലോമീറ്റർ. ആഫ്റ്റർ ദാറ്റ് ഹി turned left and moved 10 kilometer. Finally, he turned left again and moved 35 kilometer. Then what is the shortest distance from the starting point to the end point എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്. ഓപ്ഷൻ ബി 25 കിലോമീറ്റർ ആണ് വരുന്നത്. ദെൻ Sumesh is 13 rank ahead of Ramesh in a queue. Ramesh is 19th from the last. Rajesh is 5th rank behind Sumesh. Arya is 8th rank ahead of Rajesh and 3 rank ahead of Sumesh. If Arya is 39th from the front, then how many people are there in a square? മാത്സിൽ അത്യാവശ്യം നമുക്ക് വായിച്ചിട്ട് തന്നെ സമയം പോകുന്ന ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക, 73 ആണ് വരിക. ദെൻ രാജു is the son of Ram's father's sister. Vikram is the son of Radha, who is the mother of Arun and grandmother of Ram. Keshu is the father of Priya. Keshu is also the grandfather of Raju. Radha, the wife of Keshu. Radha is the wife of Keshu. How is Raju related to Radha എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഗ്രാൻഡ് സൺ ആണ്. ദെൻ നമുക്ക് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. 70 കിലോഗ്രാം ഡാഷ് മോർ ദാൻ എനി വൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. ഓപ്ഷൻ സി ആണ്, സോറി ഓപ്ഷൻ ബി ആണ്, ഈസ് ആണ് അവിടെ ഉത്തരം. ദെൻ ഷീ ഈസ് എൽഡർ ടു ആണ് വരിക, അപ്പോൾ സി ആണ്. ഷീ ഈസ് എൽഡർ ടു ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years, അപ്പോൾ സി ആണ് അവിടെ ഓപ്ഷൻ. ദെൻ ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ, ആറിൻ്റെ ആണ് ഓപ്ഷൻ സി. ദെൻ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ഹീ സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ഹീ പ്രോമിസ്ഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദ ബുക്ക് ദ നെക്സ്റ്റ് ഡേ എന്നാണ് ഓപ്ഷൻ എ. ദെൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്, ഓപ്ഷൻ എ ആണ്, PHOENIX ആണ് ഓപ്ഷൻ എ. ദെൻ if you had studied well you dash the examination, ഓപ്ഷൻ ഡി ആണ് വരിക. if you had studied well you would have passed the examination. then kids are fond of games ആണ്, kids are fond of games. then ഓപ്ഷൻ ബി ആണ് അവിടെ വരിക കേട്ടോ. then അടുത്തത് 78ാമത്തെ, the idiom of red letter day, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ വെരി ഇമ്പോർട്ടൻ്റ് ഡേ എന്നാണ്. പഴയ ചോദ്യപേപ്പറുകളൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് പലതും, ഈ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ള പലതും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദ പാർക്ക്. അപ്പോൾ ബേബി ഓഫ് ഗേൾസ് ആണ് കേട്ടോ, ബേബി ഓഫ് ഗേൾസ്. ദെൻ ദ വർക്ക് സ്കേപ്പ് ഗോട്ട് മീൻസ്, സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ, ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ്, സ്കേപ്പ് ഗോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സം വൺ എൽസ് റോങ്, അതാണ് ഓപ്ഷൻ ഡി ആണ് അവിടെ. ദെൻ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വാഗൻറ്റ് ത്രിഫ്റ്റി ആണ് കേട്ടോ, ത്രിഫ്റ്റി ആണ്, ഓപ്ഷൻ ബി ആണ് വരിക. ദെൻ ദ എക്സ്പ്രഷൻ sine qua non, ഓപ്ഷൻ എ ആണ്, ആൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നാണ് ഓപ്ഷൻ എ. ദെൻ ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്, ഓപ്ഷൻ ബി ആണ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours, ഫോർ 2 hours ആണ് വരിക. ദെൻ ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്, ഓപ്ഷൻ ബി ആണ്, വെൻ വാസ് ദ ബോട്ട് എന്നാണ് വരിക, വെൻ വാസ് ദ ബോട്ട്. ദെൻ ചൂസ് ദ സിംഗുലർ ഓഫ് ഡാറ്റയുടെ സിംഗുലർ ഡേറ്റമാണ്, DATUM, ഡേറ്റം. ദെൻ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് മീൻസ്, ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്നാണ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം. ദർ ഈസ് നോ വാട്ടർ ഇൻ ഗ്ലാസ്. ദെൻ ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ്, പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു പോസ്റ്റ്പോൺ സംതിങ് എന്നാണ് പുട്ട് ഓഫ്. ദെൻ ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻസ്, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, അഡാപ്റ്റ് ടു ദ ന്യൂ സിറ്റുവേഷൻസ്. ദെൻ കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ, വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് അരുൺ എന്നാണ് വരിക കേട്ടോ. ദാറ്റ് ഓഫ് എന്ന് പറഞ്ഞതുകൊണ്ട് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. ദെൻ ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഹാഡ് ലെഫ്റ്റ് ആണ് വരിക, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ദെൻ മലയാളമാണ്, മലയാളം അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. GK പാർട്ട് മാത്രമാണ് കുറച്ച് എളുപ്പം, GK പാർട്ടും ഇംഗ്ലീഷുമാണ് ഇത്തിരി എളുപ്പമുള്ളത്. മാത്സും ഈ മാത്സിലെ 20 ചോദ്യം, അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ 20 ചോദ്യം, മലയാളത്തിലെ 10 ചോദ്യം അത്യാവശ്യം കട്ടിയുള്ളത് തന്നെയായിരുന്നു. എന്നാലും ഒന്നാമത്തെ പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുള്ള ചോദ്യപേപ്പറാണ്. ഒരു 10-60 മാർക്കോളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ചോദ്യപേപ്പറാണ്. നമുക്ക് മലയാളം കൂടി നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്, ഓപ്ഷൻ ബി ആണ്, ശിപാർശയാണ് ശരി. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക എന്നാണ്, വിഷണ്ണനായിരിക്കുക, ടു ലുക്ക് ബ്ലൂ എന്നതിൻ്റെ മലയാള പ്രയോഗം. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജിയാണ്, ആത്മയാജി.
മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഗൗണമാണ്. മുഖ്യത്തിൻ്റെ വിപരീതം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് കറ്റയും തലയിൽ വെച്ച് കള ചെത്തരുത് എന്നാണ്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ തെറ്റായത് ഏകദേശം 300ഓളം. ഏകദേശം കഴിഞ്ഞിട്ട് 300ഓളം വരണ്ട. ഓളവും ദേശവും ഏകദേശവും വരേണ്ട കാര്യമില്ല. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്കത് 3 രീതിയിലും പറയാം. ഏകദേശം 300 പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്, 300ഓളം പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്, 300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ പറഞ്ഞാൽ അത് തെറ്റില്ല. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. 97ാമത്തെ ചോദ്യം, പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. വിലേയശമാണ് പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. വെള് പ്ലസ് മായാണ് വെണ്മ. ഓപ്ഷൻ ബി. വാരണ വ്യാള ദല്ലൂക വൃഗാദികൾ. അവിടെ ബല്ലൂകാണ് ചോദ്യം. ബല്ലൂക വൃഗാദികൾ എന്നാണ് ചോദ്യം. ഈ ബല്ലൂകത്തിൻ്റെ പദത്തിൻ്റെ സമാന പദം കരടിയാണ്. കരടി. ഓപ്ഷൻ സി ആണ് കേട്ടോ. 100ാമത്തെ ചോദ്യം, ദിക് പ്ലസ് നാഗൻ എന്ന പദങ്ങൾ ചേർത്ത് എഴുതിയാൽ ദിങ് നാഗനാണ് വരിക. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അപ്പോൾ ഇന്ന് നടന്ന ചോദ്യപേപ്പറിലെ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചില ചോദ്യങ്ങൾ മാറ്റാനും അതുപോലെ തന്നെ ചിലത് ഡിലീഷൻ വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിലീഷനൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.